ഞെട്ടിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്, അത് പറയാമെന്ന് പറഞ്ഞിരുന്നത് എന്താ? പറയാം. അതിന് മുമ്പ് പതിവ് പോലെ ഇടയ്ക്കൊക്കെ നമ്മൾ പ്രേക്ഷകരോട് പറയാറുണ്ടല്ലോ, ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായും കാണണം, ആദ്യാവസാനം കാണണം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിൽ ചില പ്രകമ്പനങ്ങളുണ്ടാവും. ഒരു കാരണവശാലും നമ്മളിതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് മനുഷ്യരെല്ലാവരും ഇത് കാണണമെന്നാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ സകുടുംബം ഈ വീഡിയോ കാണണം. സിനു, ഇന്ന് രാവിലെ എന്നെ നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട പ്രേക്ഷക വിളിച്ചു. അവർ എന്നോട് സംസാരിച്ചത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്, തിരുവനന്തപുരത്ത് പൂജപ്പുരയിലെ ഒരു സംഭവം പറയാമെന്ന് പറഞ്ഞു. പൂജപ്പുരയിൽ ഒരു കുടുംബം, ഹിന്ദു കുടുംബം, കുടുംബനാഥൻ ഒരു ഉത്തരവാദപ്പെട്ട കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. വലിയ സാമ്പത്തിക ശേഷിയുള്ള കുടുംബം. 2 പെൺമക്കളാണ്. ഇളയ കുട്ടിക്ക് മാനസിക അസ്വസ്ഥതയുണ്ട്, മനോനില ശരിയല്ല. മൂത്ത കുട്ടി ഈ കുട്ടികളെ നോക്കി, ഇവരെ രണ്ടുപേരെയും നോക്കി ഈ കുടുംബം സ്വസ്ഥമായി ജീവിക്കുന്നു. അത്യാവശ്യം നല്ല ഭൂസ്വത്തും സാമ്പത്തിക ശേഷിയുള്ള കുടുംബം. അങ്ങനെ ഇരിക്കെ ആ കുടുംബത്തിലെ മൂത്ത കുട്ടി ഒരു പ്രണയത്തിലാവുന്നു. പതിവ് പോലെ വേണമെങ്കിൽ പറയാവുന്ന ലവ് ജിഹാദ്. അങ്ങനെ ഈ ആൺകുട്ടിയുമായി വേർപിരിയാനാവാത്ത ബന്ധമുണ്ടായി. അങ്ങനെ ആ പെൺകുട്ടി ഈ കല്യാണം കഴിക്കാനൊന്നും വീട്ടുകാർ സമ്മതിച്ചില്ല. അങ്ങനെ വീട് വിട്ടുപോയപ്പോൾ അത് പതിവ്, ഒരുപാട് അഖിലയുടെ കഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുടുംബം അങ്ങ് വല്ലാത്ത തകർച്ചയിലായി. പക്ഷേ അവർ പതുക്കെ സർവൈവ് ചെയ്തു. അങ്ങനെ ആ കുട്ടിയെ മതമൊക്കെ മാറ്റി അവർ മുസ്ലിമുകളായിട്ട് ജീവിക്കുകയാണ്. അതിനിടയ്ക്ക് ഈ കുട്ടിയുടെ അമ്മയ്ക്ക്, അതായത് ഈ പറഞ്ഞ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ രോഗം വന്ന് അവർ മരണം അടുത്തു എന്ന സ്ഥിതി വന്നു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം. അപ്പോൾ ബന്ധുക്കളെല്ലാം എതിർത്തു, അത് ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവരുടെ നിർബന്ധം, മരണാസന്നയായ ഒരു സ്ത്രീയുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ കുട്ടിയെ കാണാൻ അവരുടെ വീട്ടിലേക്ക് പോയി. കുട്ടിയെ കണ്ടു. അപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലല്ലോ എന്ന് കരുതിയിട്ട് കുട്ടി തിരിച്ച് വീട്ടിലേക്ക് വന്നു. കുട്ടിയും കുട്ടിയുടെ ഭർത്താവും പിന്നെ കുട്ടിയുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ, ഈ തട്ടവും പർദ്ദയും ഒക്കെ ഇട്ട ആളുകൾ സ്ഥിരം വരുന്നു. ഈ വീട്ടിൽ അവർ വന്ന് താമസമൊക്കെ തുടങ്ങി. അപ്പോൾ നല്ല ബന്ധമായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവർക്ക് ഈ മകളുടെ തെറ്റ് പൊറുക്കാം എന്ന് തീരുമാനിച്ച അമ്മ ഭർത്താവിനോട് പറഞ്ഞു, എന്തായാലും അവൾ പോയില്ലേ, അവൾക്ക് ഒരു വീടൊക്കെ വെക്കാൻ സഹായിക്കൂ എന്ന് പറഞ്ഞ് അവർക്ക് കുറച്ച് സ്ഥലം കൊടുത്തു, ഒരു വീടൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ മാനസിക നില ശരിയല്ലാത്ത കുട്ടി മാത്രമേ ഉള്ളൂ. കുട്ടിയെ ഈ പിതാവ് ഓർത്തു, തൻ്റെ കാലശേഷം ഈ മകളെ നോക്കാൻ ആരും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ശേഷിക്കുന്ന തൻ്റെ കോടിക്കണക്കിന് വില വരുന്ന പൂജപ്പുരയിലെ വീടും വസ്തുക്കളുമെല്ലാം ഈ മാനസിക നില ശരിയല്ലാത്ത ഇളയ കുട്ടിയുടെ പേരിൽ പിതാവ് എഴുതി വെച്ചു. അദ്ദേഹത്തിന് പിന്നെ വല്ലാത്തൊരു മാനസികവതയും, ഭാര്യയും മരിച്ചു, ഒരു മകൾ നഷ്ടപ്പെട്ടു പോയി. അടുത്ത മകൾക്ക് ഇങ്ങനത്തെ അവസ്ഥ. അദ്ദേഹം കുറച്ച് തീർത്ഥയാത്രയൊക്കെ ചെയ്യാം എന്ന് തീരുമാനിച്ചു. എന്നിട്ട് അദ്ദേഹം ഈ കുട്ടിയെ വളരെ സുരക്ഷിതമായി കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാപനത്തിൽ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം തീർത്ഥയാത്രയ്ക്ക് പോയ സമയത്താണ് മൂത്ത മകൾ മുസ്ലിമിനെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആ കുടുംബത്തിലെ ആളുകൾ, ആ കുട്ടി അറിയുന്നത് അച്ഛൻ്റെ ശേഷിക്കുന്ന സ്വത്തുക്കൾ മുഴുവൻ ഇളയ കുട്ടിക്ക്, മനോനില ശരിയല്ലാത്ത കുട്ടിയുടെ പേരിലാണ്. പിന്നെ സംഭവിക്കുന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ കഥയല്ല, വസ്തുത. ഒന്നാമത്തെ കഥയുടെ ബാക്കി പറയുകയാണ്. അങ്ങനെ അവർ ഈ കുട്ടിയായിട്ട് ബന്ധപ്പെടുന്നു. കുട്ടിയെക്കൊണ്ട് ഒരു പരാതി കൊടുപ്പിക്കുകയാണ്. തൻ്റെ അച്ഛൻ, മനോനില ശരിയല്ലാത്ത കുട്ടിയുടെ പരാതി ഉണ്ടാവുന്നു. തൻ്റെ അച്ഛൻ തന്നെ നിരന്തരമായി ലൈംഗികമായി പീഡിപ്പിക്കുകയാണ്. പരാതി, അദ്ദേഹം തീർത്ഥയാത്രയ്ക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ കേസായി പുക്കാറായി, ഇദ്ദേഹത്തിനെതിരെ കേസുമൊക്കെ വന്നു എന്നുള്ള കാര്യം അറിഞ്ഞ് ഈ മനുഷ്യൻ, 2 പെൺമക്കളുടെ അച്ഛൻ, 2 പെൺമക്കളെയും നഷ്ടപ്പെട്ട അച്ഛൻ തമിഴ്നാട്ടിൽ വെച്ച് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. അടുത്ത കാലത്താണ്. ഇപ്പോഴത്തെ അവസ്ഥ, ആ മനോനില ശരിയല്ലാത്ത കുട്ടിക്കാരുമില്ല. ബന്ധുക്കളൊക്കെ പിരിഞ്ഞുപോയി. അന്നേ ബന്ധുക്കൾ പറഞ്ഞതാണ്, ഈ വഴിതെറ്റി, അവരുടെ ഭാഷയിൽ വഴിതെറ്റിപ്പോയ, മതം മാറിപ്പോയ അവരെ വീണ്ടും അടുപ്പിക്കരുതേ, അത് ദോഷം ചെയ്യുന്നു. ഇപ്പോൾ ഈ കുട്ടിയെ നോക്കാൻ ആരുമില്ല. ഈ കുട്ടിയെക്കൊണ്ട് പിതാവിനെതിരെ ഒരു വ്യാജ പരാതി എഴുതിച്ച ആളുകൾക്ക് ഇപ്പോൾ ആ കുട്ടിയുടെ പേരിലുള്ള
സ്വത്തുവകകൾ മുഴുവൻ സ്വന്തമാക്കണം. അതിനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. പക്ഷേ ഈ ബന്ധുക്കളൊക്കെ ഉണ്ട്. അവർ പറഞ്ഞു ഞങ്ങളെന്തിനാ പുലിവാല് പിടിക്കാൻ പോകുന്നത്, അപ്പുറത്ത് നിൽക്കുന്ന വലിയ പ്രബലരായ ശക്തികളാണ്, സഹായിക്കാൻ ആരുമില്ല. എന്നെ വിളിച്ചിട്ട് നമ്മുടെ പ്രേക്ഷകയായ ആ സ്ഥലവാസിയായ ഈ കാര്യങ്ങളൊക്കെ നേരിട്ടറിയാവുന്ന ആൾ പറയുകയാണ്, നിങ്ങളിതൊന്ന് പറയുമോ, ആ കുടുംബത്തെ സഹായിക്കാൻ ഏതെങ്കിലും ഹൈന്ദവ സംഘടനകൾ ആരെങ്കിലും മുന്നോട്ട് വരുമോ? ആ കുട്ടിയുടെ ജീവിതം നശിക്കും, അതിനെ കബളിപ്പിച്ച് അതിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുക്കും. പൂജപ്പുര പോലെയുള്ള കണ്ണായ സ്ഥലത്തെ സ്വത്തുക്കൾ തട്ടിയെടുത്തതിന് ശേഷം ആ കുഞ്ഞിനെ കൊല്ലാൻ വരും പോലും അവർ തയ്യാറായി എന്ന് വരും. അപ്പോൾ ഹിന്ദുവിനൊരു പ്രശ്നം വന്നാൽ രക്ഷിക്കാൻ ആരുമില്ല. അത് പറഞ്ഞിട്ട് അവർ വേറൊരു കഥ എന്നോട് പറഞ്ഞു. ഇതുപോലൊരു പെൺകുട്ടിക്ക് ബൈക്കിലൊക്കെ ബുള്ളറ്റിലൊക്കെ ചെത്തി നടക്കുന്ന ഒന്നാന്തരം വസ്ത്രമൊക്കെ ധരിക്കുന്ന സുമുഖനായ ഒരു ചെറുപ്പക്കാരനോട് വലിയ പ്രേമം. അവനെ കല്യാണം കഴിച്ചേ അടങ്ങുള്ളൂ. വാശിയായി എല്ലാം ആയി. അപ്പോൾ വീട്ടുകാരും അല്ലെങ്കിൽ ഞാനിപ്പോൾ ചത്തുകളയും എന്നൊക്കെയായി പെൺകുട്ടി. അപ്പോൾ വീട്ടുകാരും അന്വേഷിച്ചപ്പോൾ ഈ ചെറുക്കൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാണ്. ഇവൾ പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ വേറെ ആരെയും കല്യാണം കഴിയും, എനിക്ക് അവനെ തന്നെ കെട്ടണം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇവൻ വലിയ ഏതോ കുടുംബത്തിലെ വലിയ സാമ്പത്തിക ശേഷിയുള്ള വലിയ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെന്നുള്ള ഭാവിച്ചാണ്. ഈ പെൺകുട്ടി വളരെ മിടുക്കിയായിരുന്നു. ഇവളുടെ പിന്നാലെ നടന്ന് ഇവളെ ഒരു തരത്തിലും വളച്ചെടുത്താണ്. അവസാനം ഇവനെ അപ്പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, മോളെ നീ കണ്ടതൊന്നുമല്ല സത്യം, നീ ഞങ്ങളുടെ കൂടെ വാ എന്ന് പറഞ്ഞ് ഒരു ദിവസം ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഇവളെ കാറിൽ കയറ്റി കൊണ്ടുപോയി. അതിരാവിലെയാണ്, രാവിലെ കാറിൽ കയറാൻ പറഞ്ഞു. ഒരു സ്ഥലത്ത് ചെന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ദാ അങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞു. ഇവൾ കണ്ട സുമുഖനായ നല്ല വിദ്യാഭ്യാസമുള്ള നല്ലൊരു IT കമ്പനിയിൽ ജോലിയുള്ള എന്ന് ഇവളോട് പറഞ്ഞ് പറ്റിച്ചിരുന്ന ചെറുപ്പക്കാരൻ ഒരിറച്ചിക്കടയിൽ ഇറച്ചി വെട്ടുകയാണ്. അവൻ്റെ ജോലി ഏതായിരുന്നു. കുട്ടി തകർന്നുപോയി. ഇതിനിടയ്ക്ക് ഈ കുട്ടിയെ ശാരീരികവുമായും മാനസികവുമായും ഇവൻ ഉപയോഗപ്പെടുത്തിയിരുന്നു. കുട്ടി തകർന്നുപോയി, കുട്ടിയുടെ മനോനില തെറ്റി. ഒടുവിൽ അവർ ആ നാട് വിട്ടുപോയി ആ കുട്ടിയുമായി. മൂന്നാമത്തെ കഥ സൗദി അറേബ്യ. നമ്മുടെ നടൻ മോഹൻലാൽ സൗദി അറേബ്യയിൽ വരുന്നു. ഓർക്കുന്നുണ്ടോ? ടേസ്റ്റ് ബഡ്സ് എന്ന് പറഞ്ഞ ഒരു കറി പൗഡറുണ്ട്. മോഹൻലാൽ അതിൻ്റെ പ്രൊമോഷൻ സൗദി അറേബ്യയിൽ നടക്കുന്നു. വലിയ ഈവൻ്റൊക്കെ ആയിരുന്നു. മോഹൻലാൽ വരുന്നു. അപ്പോൾ എല്ലാവർക്കും സാമ്പിൾ പാക്കറ്റൊക്കെ കൊടുത്തു. ഇവരത് വീട്ടിലൊക്കെ കൊണ്ടുപോയി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഒന്നാന്തരം കറിപ്പൊടി കൊള്ളാമല്ലോ, നമുക്ക് ഇനി ഇത് വാങ്ങിച്ചാൽ മതി, സാമ്പിൾ പാക്കറ്റ്. അപ്പോൾ ഒരു ഈവൻറ്റിൽ വെച്ചാണ് കൊടുത്തത്. ഡാൻസും നൃത്തവും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ അവിടുത്തെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളും, പ്രത്യേകിച്ച് മലയാളികളുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ മോഹൻലാൽ പ്രൊമോട്ട് ചെയ്യുന്ന ടേസ്റ്റ് ബഡ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. മോഹൻലാലിൻ്റെ ചിത്രമൊക്കെ ഉണ്ടായിരുന്നു, ഓർക്കുന്നില്ല? ഇപ്പോൾ ഇല്ല, കാണുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ചും വിദേശ മാർക്കറ്റിനെ കൂടെ ലക്ഷ്യമാക്കി ഇറങ്ങിയ കറി പൗഡറുകളാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇത് കിട്ടിയ കുടുംബം മലയാളി നടത്തുന്ന സൂപ്പർ മാർക്കറ്റ് ചെന്നിട്ട് പറഞ്ഞു, ആ ടേസ്റ്റ് ബഡ് വേണം കറി പൗഡർ. ഇല്ല അതിപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്താണ് വന്നു പോയതിന് ശേഷം അത് വരുന്നില്ല എന്ന്. ഓ കഷ്ടമായി പോയല്ലോ, അത് കൊണ്ടുവരാൻ നോക്കാം, നാട്ടിൽ ബന്ധപ്പെടാം എന്ന് കട നടത്തുന്ന മലയാളി പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവരിങ്ങനെ ഓരോന്ന് തിരഞ്ഞ് പോകുമ്പോൾ പാലോ മറ്റോ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു മൂലയ്ക്ക് ഒതുക്കി ആരും കാണാത്ത തരത്തിൽ വെച്ചിരിക്കുന്നു ടേസ്റ്റ് ബഡ്സ്. അപ്പോൾ അവരതെടുത്തിട്ട് അവിടെ നിൽക്കുന്ന ചെറുപ്പക്കാർ, ഇവിടെ ഉണ്ടല്ലോ, ഇതെന്താ തരാത്തത്? അപ്പോൾ മലയാളി ചെക്കൻ പറഞ്ഞു, അത് ചേച്ചി സാധനമൊക്കെ എവിടെയുണ്ട്, മുതലാളി പറഞ്ഞിരിക്കുന്നത് ഇത് വിൽക്കണ്ടെന്നാ, ഇത് ആരും കാണാതെ വെച്ചേക്കാനാണ് പറഞ്ഞത്, അതുകൊണ്ട് ഇവിടെ വെച്ചിരിക്കുക ചേച്ചി, അത് ഇവിടെ കണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പണിയാവും, അതുകൊണ്ട് ഇത് എടുത്തുകൊണ്ട് പോകല്ലേ എന്ന് പറഞ്ഞ് ആ ചെക്കൻ അത് കാണാത്ത തരത്തിൽ ഒളിച്ചു വെച്ചു. എന്താ കാര്യം അറിയാമോ? മലയാളി മറ്റൊരു മലയാളിയുടെ സംരംഭത്തെ പ്രൊമോട്ട് ചെയ്യുകയല്ല, മറ്റൊരു മലയാളി മോഹൻലാലും ഒക്കെയായി ബന്ധപ്പെടുന്ന ആ മലയാളി തൻ്റെ സമുദായത്തിൽപ്പെട്ട ആളല്ല എന്നതുകൊണ്ട് ഈ കറി പൗഡറിൻ്റെ ഈ ടേസ്റ്റ് ബഡ്സിൻ്റെ സാധനങ്ങൾ വിൽക്കാൻ ഈ കടക്കാരൻ തയ്യാറായില്ല. സംഘടിതമായ ഒരു തീരുമാനമുണ്ടായി എന്നാണ് പറയുന്നത്. ഇത് എന്നോട് പറഞ്ഞ കഥയാണ്, ഇതിൻ്റെ നിജസ്ഥിതി എനിക്കറിയാം. പക്ഷേ പിന്നീട് ഈ സ്റ്റോറുകളിലൊന്നും ഇത് കിട്ടാതായി. സ്റ്റേറ്റ് ബഡ്സ് ഇപ്പോൾ ഉണ്ടോ എനിക്കറിയില്ല. ഇനി മറ്റൊരു കഥ കൂടെ പറയാം. മറ്റൊരു കഥ എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള കഥയാണ്. തൃശ്ശൂരിൽ നിന്ന് നല്ല ഒന്നാം തരം പഠിക്കുന്ന വിദ്യാഭ്യാസമുള്ള നല്ല മിടുക്കിയായ ഒരു പെൺകുട്ടി, സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ പെൺകുട്ടി. അവൾക്ക് കുറച്ച് സുഹൃത്തുക്കൾ
ഒരു ഗൾഫ് രാജ്യത്തുണ്ട്. അവൾ പറയും, ഇവിടെ വിളിച്ചു, നീ വരൂ, നിനക്ക് ഇവിടെ ജോലി ശരിയാക്കി, നിനക്ക് ഇത്രയും മാർക്കൊക്കെ ഉള്ളൂ, നീ വാ, നിനക്ക് ജോലി ശരിയാക്കി തരാം എന്ന് പറയുന്നു. ഈ കുട്ടി നേരെ ഗൾഫ് രാജ്യത്തേക്ക് പറക്കുന്നു. ഈ കൂട്ടുകാരികളുടെ താമസമാണ്. ജോലി കിട്ടി, നല്ല വരുമാനമുള്ള ജോലി ശരിയാക്കി കൊടുത്തു. പക്ഷേ പിന്നീട് പെൺകുട്ടി നാട്ടിൽ വന്നത് തട്ടമിട്ടാണ്. അപ്പോൾ വീട്ടുകാർ ചോദിക്കുമ്പോൾ അത് ഞാൻ അങ്ങനെയാണ്, എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. പണ്ട് അഖില ചോദിച്ചില്ലേ, ഏറ്റുമാനൂരപ്പനെ പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ച അഖിലയുടെ ഒരു കഥ, അഖിലയുടെ പേരിലുള്ള 2ാം വിവാഹം കലങ്ങിപ്പോയി എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടക്കുന്നു, അതിൻ്റെ നിജസ്ഥിതി അറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ഹിജാബിൻ്റെ പേരിൽ പള്ളുരുത്തി സ്കൂളിൽ നടക്കുന്ന സംഭവം. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പെൺകുട്ടി വരുന്നത് ഹിജാബൊക്കെ ധരിച്ചിട്ടാണ്. പിന്നെ നാട്ടിലേക്ക് വരില്ല. അവൾ അവിടെ മതപഠനമൊക്കെ നടത്തി. ഇപ്പോൾ അവിടെ ആ കൂട്ടുകാരികളുടെ സഹവാസം കൊണ്ട് അങ്ങനെയായിപ്പോയി. അതിൻ്റെയൊക്കെ സത്യത്തിൽ ആ കുട്ടിയുടെ വീട്ടുകാരും ഒക്കെ സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആ കുട്ടിയെ തിരിച്ചറിയേണ്ട എന്ന് കരുതിയിട്ട് ആ ഓഡിയോ ക്ലിപ്പുകൾ കേൾപ്പിക്കാത്തതാണ്. അപ്പോൾ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ട്രെൻഡ് പ്രണയം ഒക്കെ മാത്രമല്ല, ഏതു മാർഗത്തിലും ആളുകളെ മാറ്റിയെടുക്കുക, അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുക എന്ന തരത്തിലേക്കുള്ള ഒരു നീക്കം ചില ഭാഗത്തുണ്ടാകുന്നുണ്ട്. ഇത് എല്ലാ മതത്തിലും ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ ഒരു മതക്കാരെ മാത്രം ഇങ്ങനെ പറയാമോ എന്നുള്ള ചോദ്യമൊക്കെ വരും. പക്ഷേ എൻ്റെ അടുത്ത് നമ്മുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രേക്ഷക ഉത്തരവാദിത്തത്തോടെ സംസാരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ആളുകളോട് പങ്കുവെക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മളിത് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഇവിടെ ജോലി വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് പെൺകുട്ടികളെ കൊണ്ടുപോയി. എന്തുകൊണ്ട് പെൺകുട്ടികളെന്ന് ചോദിച്ചാൽ, പെൺകുട്ടികൾ എല്ലാ വീട്ടിലെയും ദൗർബല്യമാണ്, അല്ലേ? അതെ. വീട്ടുകാരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കാൻ, അവരെ സമ്മർദ്ദത്തിലാക്കാൻ പെൺകുട്ടികളെ പിടിച്ചാൽ മതി. പെൺകുട്ടികളെ പിടിക്കുന്നതോടെ കുടുംബം ഒന്നെങ്കിൽ കൂടെ പോരും, അല്ലെങ്കിൽ കുടുംബം നശിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അതിനകത്ത് മോഹൻലാൽ ആണെങ്കിലും ശരി, മറ്റുള്ളവരാണെങ്കിലും ശരി, ഒരു വലിയ റാക്കറ്റ്. നിങ്ങളതിനെ ലവ് ജിഹാദ് എന്ന് വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ ചെയ്യുക. പക്ഷേ അന്യമതസ്ഥരെ ഇങ്ങനെ ലക്ഷ്യം വയ്ക്കുന്നൊരു റാക്കറ്റ് ഉണ്ട് എന്ന് സംശയിക്കത്തക്ക തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് പരമാർത്ഥമാണ്. ഇതൊരു സത്യമാണ്. ഇതിപ്പം ഞാൻ പറയുന്നത് ഇത് ആരെയെങ്കിലും ആക്ഷേപിക്കാനോ ഒന്നുമല്ല. എൻ്റെ പക്കൽ കേട്ട 2-3 കഥകൾ ഞാൻ പ്രേക്ഷകരോട് കൈമാറുന്നു. എനിക്കൊരു സതുദ്ദേശം കൂടിയുണ്ട്. ജഗതിയിലെ ആ കുടുംബത്തിൻ്റെ കഥ തിരുവനന്തപുരത്തെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ കാണുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സാംസ്കാരിക സംഘടനയോ ചാരിറ്റി സംഘടനയോ ആധ്യാത്മിക സംഘടനയോ ഉണ്ടെങ്കിൽ, ആ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട, സഹോദരിയും നഷ്ടപ്പെട്ട, സഹോദരിയെ കരുവാക്കിക്കൊണ്ട് ആ കുട്ടിയെ കൂടി അതിൻ്റെ പേരിലുള്ള മനോനില ശരിയല്ലാത്ത കുട്ടിയുടെ ഭൂസ്വത്തുക്കൾ കൂടി തട്ടിയെടുത്ത് അതിൻ്റെ ജീവിതം കൂടി അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു നീക്കത്തെ പ്രതിരോധിക്കാൻ തിരുവനന്തപുരത്തെ സുമനസ്സുകൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വർത്തമാനം പറയുന്നത്. ആ കുട്ടിയെ ശ്രീപത്മനാഭൻ രക്ഷിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.